Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ചാപ്റ്റർ പാരാമെട്രിക് കർവ്സ് ആണ്. അപ്പോൾ കർവ്സിന്റെ ഇക്വേഷൻ നമ്മൾ എക്സ് വൈയിലുള്ള ഇക്വേഷൻസ് എക്സ് വൈ എന്നുള്ള പാരാമീറ്ററിലുള്ള ഇക്വേഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. എക്സ് വൈ ഫോമിൽ അതിന്റെ ഇക്വേഷൻ എഴുതുന്നതിന് നമുക്കറിയാം കാർട്ടീഷ്യൻ ഫോം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എക്സ് കോർഡിനേറ്റിനെയും വൈ കോർഡിനേറ്റിനെയും വേറൊരു പാരാമീറ്റർ ടിയിൽ ഡിസ്ക്രൈബ് ചെയ്യാണ്. ഓക്കെ, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നും വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്നും വേറൊരു പാരാമീറ്റർ ടിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്. അപ്പോൾ ഒരു പോയിന്റിനെ, ആ കർവിലെ ഒരു പോയിന്റിനെ നമ്മൾ മെൻഷൻ ചെയ്യുമ്പോൾ എക്സ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നതിന് പകരം എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നൊട്ടേഷൻ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സിനെ ടീയുടെ ടേംസിൽ എഴുതുന്നതിനെ, അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെ, അങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കർവിന്റെ പാരാമെട്രൈസേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഗിവൺ ആസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി. ആ ടി എന്ന് പറയുന്നത് ചിലപ്പോൾ ടൈം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. അങ്ങനെ ആ പാർട്ടിക്കിളിന്റെ മോഷൻ അനുസരിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ആ ടി എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. ഇപ്പോൾ മുകളിലൊരു എക്സാമ്പിൾ ടൈം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും അത് ടൈം ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, over an interval of t values, then the set of points xy is equal to f of t g of t defined by these equations is a curve in the coordinate plane. The equations are called parametric equations. The variable t is called a parameter of the interval. And if it is a closed interval, it is a less than or equal to t less than or equal to b. പാരാമീറ്റർ എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ പാരാമീറ്റർ ഇൻ്റർവെൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ ആണ് ടിയുടെ ആദ്യത്തെ വാല്യൂ. അപ്പോൾ എഫ് ഓഫ് എ ജി ഓഫ് എ അതിൻ്റെ കർവിൻ്റെ ഇനീഷ്യൽ പോയിന്റ് എന്നും, ബി ആണ് ടി എടുക്കുന്ന അവസാനത്തെ വാല്യൂ എങ്കിൽ എഫ് ഓഫ് ബി ജി ഓഫ് ബി ആയിരിക്കും കർവിലെ അവസാനത്തെ പോയിന്റ്. അതിനെ അതിൻ്റെ ടെർമിനൽ പോയിന്റ് ഓഫ് ദ കർവ് എന്നും പറയുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു എക്സാമ്പിൾ ആണ്. ഗ്രാഫ് ദ പാരാമെട്രിക് കർവ് എക്സ് ഈക്വൽ ടു 2t minus 3 and y equal to 6t minus 7 by eliminating the parameter and indicate the orientation on the graph. അപ്പോൾ ഓൾറെഡി നിങ്ങൾ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് പരാബോള, എലിപ്സ്, സർക്കിള് ഒക്കെ +2 പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടി കൂടുതലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പാരാമെട്രിക് കർവിനെ പാരാമീറ്ററായ ടിയെ എലിമിനേറ്റ് ചെയ്തിട്ട് അതെന്താന്നുള്ളത് മനസ്സിലാക്കാനാണ്. അതായത് ഇവിടെ പാരാമെട്രിക് ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ടിയെ ഒഴിവാക്കി അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അത് എന്തിൻ്റെ ഗ്രാഫാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പാരാമീറ്ററിനെ ഒഴിവാക്കണം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്യേണ്ടി വരും. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നോക്കി നോക്കൂ, ടി ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് 3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അതെങ്ങനെ കിട്ടും എന്നുള്ളത് നോക്കാം. ചെയ്യേണ്ടത് ഇതാണ്. To eliminate the parameter, we will solve the first equation for t as a function of x and then substitute this expression for t into the second equation. Okay, ഇതിൽ നിന്ന് ആദ്യം ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ആദ്യം t കണ്ടുപിടിക്കുക. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ആദ്യം t കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2t ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്ന് കിട്ടും. നിങ്ങൾ നോട്ടിൽ ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ, എന്നിട്ടാണ് ഈ സ്റ്റെപ്പ് എഴുതാവൂ. ഇത്രയും എഴുതി കഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ്, ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് എഴുതുക. ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ 2t ഈക്വൽ ടു എക്സ് പ്ലസ് 3. ഫ്രം ദാറ്റ് ടി ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് പ്ലസ് 3. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ചേർക്കുക. എന്നിട്ട് ഇതിന് ടിയുടെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ y ഈക്വൽ ടു 6 ഇൻറ്റു ടിയുടെ പ്ലേസിൽ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു -7. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ y ഈക്വൽ ടു 3x പ്ലസ് 2 എന്ന് കിട്ടും. നമുക്കറിയാം y ഈക്വൽ ടു 3x പ്ലസ് 2 എന്നുള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് അല്ലേ. ലീനിയർ ഇൻ എക്സ് ആൻഡ് വൈ ആണ്. ax പ്ലസ് ബി, y ഈക്വൽ ടു ax പ്ലസ് ബി എന്നുള്ള ഫോമാണ്. അതെന്താ? സ്ട്രെയിറ്റ് ലൈൻ്റെ ഫോമാണ് അല്ലേ. വേണമെങ്കിൽ കുറച്ച് പോയിന്റ്സ് എടുത്ത് ആ സ്ട്രെയിറ്റ് ലൈനെ ഒന്ന് ഗ്രാഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതാണ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ തന്നാൽ പാരാമീറ്ററിനെ എലിമിനേറ്റ് ചെയ്ത് അതിൻ്റെ കാർട്ടീഷ്യൻ ഫോമിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ്. ഓക്കെ, അടുത്തതൊരു എലിപ്സ് ആണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള കർവുകളുടെ, അതായത് നമുക്കറിയാലോ പരാബോള, എലിപ്സ്, സർക്കിള്, സൈക്ലോയിഡ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ വരും. അവരുടെയൊക്കെ പാരാമെട്രിക് ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് പാരാമെട്രിക് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം.
അത് ഒരു ഫോർമുലയായിട്ടൊന്നും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പല പല പ്രോബ്ലംസിലായിട്ടായിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നിങ്ങളൊരു ഷോർട്ട് നോട്ട് പോലെ എല്ലാത്തിൻ്റെയും കൂടി ക്ലബ് ചെയ്തൊന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചിട്ട് അതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു എലിപ്സ് ആണ്. Describe the motion of a particle whose position p of xy at a time t is given by x equal to a cos t and y equal to b sin t, where 0 less than or equal to t less than or equal to 2pi. ഇത് നമുക്ക് ഫൈൻഡ് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും ഇതൊരു എലിപ്സ് ആണെന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ മോഷൻ തന്നിട്ടുണ്ട്, ഇതാണെന്ന് തന്നിട്ടുണ്ട്, ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് ചെയ്തു വരുമ്പോൾ ഇതൊരു എലിപ്സ് ആണെന്നുള്ളത് കൺക്ലൂഡ് ചെയ്യുന്നത് മനസ്സിലാവും. അപ്പോൾ ഈ പ്രോബ്ലം ആണെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ ഈ എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ, പാരാമെട്രിക് ഇക്വേഷൻ പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി, അത് രണ്ടും പറയണം. പ്ലസ് അതിനൊപ്പം ആ ഇൻ്റർവെല്ലും കൂടി നിങ്ങൾ മെൻഷൻ ചെയ്യണം കേട്ടോ. ഇൻ്റർവെല്ലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ആൻ എലിപ്സ് വിത്ത് സെമി മേജർ ആക്സിസ് എ ആൻഡ് സെമി മൈനർ ആക്സിസ് ബി ആണ് ഇത് ഈ ഇക്വേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ടി എലിമിനേറ്റ് ചെയ്യണം. ടി എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കോസ് ടി കണ്ടുപിടിച്ചു, അപ്പോൾ എക്സ് ബൈ എ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് സൈൻ ടി കണ്ടുപിടിച്ചു, വൈ ബൈ ബി. ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ടി എ ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് ഒന്നിൽ കോസ് ടി ഒന്നിൽ സൈൻ ടി ആണ്. നമുക്കൊരു ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി അറിയാം. പലതിലും ചിലപ്പോൾ പല രീതിയിലായിരിക്കും ചെയ്യേണ്ടി വരിക കേട്ടോ. ടി എ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പല ഇക്വേഷൻസിൽ പല രീതിയിലാവും ചെയ്യേണ്ടി വരിക. അത് ഓരോന്നും ഏകദേശം ഓർത്തിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും എളുപ്പം ഈ ഐഡൻറ്റിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഈ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി ഈക്വൽ ടു 1 എന്നുള്ള ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി നമുക്കറിയാം. അപ്പോൾ അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എക്സ് ബൈ എ, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് എന്നുള്ളത് കിട്ടി. നമുക്കറിയാം ഇതൊരു ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ എലിപ്സ് പ്ലോട്ട് ചെയ്യാം. പിന്നെ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ പാർട്ടിക്കിൾസ് കോർഡിനേറ്റ്സ് ആർ എക്സ് ഈക്വൽ ടു എയും ആൻഡ് വൈ ഈക്വൽ ടു 0യുമാണ്. അപ്പോൾ എ 0യിൽ നിന്നാണ് ഇവിടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പാത്ത് ഓഫ് മോഷൻ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ടി ഈക്വൽ ടു 0 ആദ്യം കൊടുത്തു. ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എക്സ് എയും വൈ 0യും ആണ് കിട്ടും. അപ്പോൾ A0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ്. Increases as particle rises and moves towards the left and move in counterclockwise direction. It traverses the ellipse once and returning to the starting point A0 at the time t equal to 2pi. അപ്പോൾ ഇവിടെ നിന്ന് മോഷൻ സ്റ്റാർട്ട് ചെയ്ത് ടിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് 0 എന്ന് പിന്നെ പൈ ആകുന്നു, 2pi ആകുന്നു, 3pi ആകുന്നു, അങ്ങനെ 0 എന്ന് π/2 ആകുന്നു, പൈ ആകുന്നു, 3pi/2 ആകുന്നു, വീണ്ടും 2pi വരുമ്പോൾ ഇവിടേക്ക് റിട്ടേൺ ചെയ്യുന്നു. ഇനി ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്കത് എലിപ്സ് ആണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതി. സ്റ്റാർട്ടിങ് പോയിന്റ് എൻഡിങ് പോയിന്റ് ഒന്ന് പറഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് an entire പരാബോള, ഒരു പരാബോളയുടെയാണ്. ഇത് ഫുള്ളായിട്ട് ഇത് എന്താ പറയുക, പരാബോളയിൽ കോമൺ ആയിട്ടാണ് വരുന്നതല്ല കേട്ടോ. ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് നമ്മൾ എ വെച്ചിട്ട് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എ വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. എക്സ് ഈക്വൽ ടു 2at at സ്ക്വയർ വൈ ഈക്വൽ ടു at സ്ക്വയർ ആൻഡ് എക്സ് ഈക്വൽ ടു 2at എന്നുള്ള രീതിയിൽ. ഇതിലപ്പോൾ എയുടെ വാല്യൂ വ്യത്യാസമുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇവിടെ പരാബോളയുടെ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട കേട്ടോ. ഇത് ഒരു ജനറൽ ഫോർമുലയല്ല, ഇത് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. പ്രോബ്ലം നോക്കാം എന്തായാലും. The position p of xy of a particle moving along in the xy plane is given by the equation and the parameter interval x equal to t and y equal to t square where minus infinity less than t less than infinity. അപ്പോൾ ഇതൊരു പർട്ടിക്കുലർ പരാബോളയാണ്, ജനറൽ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട, പ്രോബ്ലം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഐഡൻറ്റിഫൈ ദ പാർട്ടിക്കിൾസ് പാത്ത് ആൻഡ് ഡിസ്ക്രൈബ് ദ മോഷൻ. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു ടി ആൻഡ് വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. സുഖമായിട്ട് ടി എലിമിനേറ്റ് ചെയ്യുക അല്ലേ. വൈ ഈക്വൽ ടു ടി സ്ക്വയർ ആണ്. ടി ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ടി പറഞ്ഞിട്ടെങ്കിൽ എക്സ് ആണ്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് കിട്ടുക. നമുക്കറിയാം വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ, ക്വാഡ്രാറ്റിക് ഇൻ വൺ വേരിയബിൾ ആൻഡ് ലീനിയർ ഇൻ അനദർ വേരിയബിൾ അല്ലേ. അത്തരത്തിലുള്ള ഇക്വേഷൻസ് ആരുടെ ഇക്വേഷൻസ് ആ പരാബോളയുടെ ഇക്വേഷൻസ് ആണ്. 2 വേരിയബിൾ ഉള്ളതിൽ ഒന്ന് ക്വാഡ്രാറ്റിക്കിലും ഒന്ന് സെക്കൻഡ് ഡിഗ്രിയിലും ഒന്ന് ഫസ്റ്റ് ഡിഗ്രിയിലും ആണെങ്കിൽ അതൊരു പരാബോളയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ പരാബോള. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ടി ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇങ്ങനെ വന്ന് പിന്നെ അതിൻ്റെ മോഷൻ ഇങ്ങനെയായിരിക്കും, ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇങ്ങോട്ടായിരിക്കും.
നമുക്കിവിടെ സ്കെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറച്ച് പോയിന്റ്സ് ഒക്കെ എടുത്തൊന്ന് സ്കെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടോ ഇവർ -2 4 പിന്നെ 0 പിന്നെ 1 1 അങ്ങനെ കുറച്ച് പോയിന്റ്സ് എടുത്ത് സ്കെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പരാബോളയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അടുത്ത നോക്കാം. Describe the motion of the point xy if x equal to cos t and y equal to sin t for t in 0 pi, close interval 0 pi. Describe the motion of the point t, t cube for t in -infinity infinity. രണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നോക്കാം. അപ്പോൾ x equal to cos t and y equal to sin t for t in closed interval 0 pi. അതാണ് ആദ്യം തന്നിരിക്കുന്നത്. നമുക്കറിയാം സർക്കിളിൻ്റെ ഇക്വേഷൻ ആണ് അല്ലേ, x equal to r cos t and y equal to r sin t, അല്ലെങ്കിൽ a cos t a sin t, a റേഡിയസ് ആയിട്ട് വരുമ്പോൾ r ആണെങ്കിൽ r, a ആണെങ്കിൽ a. അപ്പോൾ എന്തായാലും ഇവിടെ റേഡിയസ് 1 ആയിട്ടുള്ളത് കൊണ്ടാണ് ആറോ എയോ കാണിക്കാത്തത്. അപ്പോൾ ഇതും ജനറൽ ഇക്വേഷൻ അല്ല. നിങ്ങൾ എന്ത് ചെയ്യണം, പോയിന്റ്സ് ആയിട്ട് ക്ലബ് ചെയ്ത് എഴുതുമ്പോൾ ജനറൽ ഇക്വേഷൻ, സർക്കിളിൻ്റെ ആ ജനറൽ ആയിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ ഇല്ലേ, എ റേഡിയസ് വരുന്ന സർക്കിളിൻ്റെ, അത് പഠിച്ചാൽ മതി. പരാബോളയുടെ കേസിലും അങ്ങനെ തന്നെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ +2 പഠിച്ചതാണ്, ക്ലബ് ചെയ്തൊന്ന് എഴുതി വെച്ചോളൂ. അപ്പോൾ ഇവിടെ റേഡിയസ് 1 ആയതുകൊണ്ടാണ് അതവിടെ കാണിക്കാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് എന്നുള്ളത് അറിയില്ല, നമ്മളിപ്പോൾ ഇത് മുൻപ് പഠിച്ച കാരണം കൊണ്ടാണ് അത് സർക്കിളാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തത്. എന്നിരുന്നാലും നമുക്കിവിടെ ആദ്യം അത് എന്താണ് എന്നുള്ളതൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ cos t ഈക്വൽ ടു എക്സും sin t ഈക്വൽ ടു വൈയും ആണ് അല്ലേ. എഗെയിൻ നമുക്ക് ഐഡൻറ്റിറ്റി തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ പ്രോബ്ലംസിൽ ഐഡൻറ്റിറ്റി യൂസ് ചെയ്താലാണ് ടിയെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാനായിട്ട് എളുപ്പം പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ cos സ്ക്വയർ t പ്ലസ് sin സ്ക്വയർ t ഈക്വൽ ടു 1 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. ഇനി അത് നമുക്കറിയാം യൂണിറ്റ് സർക്കിളിൻ്റെ ഇക്വേഷനാണ്. t ഈക്വൽ ടു 0 എന്ന് കൊടുത്തോളൂ. t ഈക്വൽ ടു 0 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് cos 0, x ഈക്വൽ ടു cos 0, y ഈക്വൽ ടു sin 0, ദാറ്റ് ഈസ് 1 0 ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കിട്ടും. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ടിയുടെ വാല്യൂസ് π/2 കൊടുക്കുക, π കൊടുക്കുക, 3π/2 കൊടുക്കുക, ഇടയിലുള്ള വാല്യൂസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ, 2π കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരു പ്രാവശ്യം അത് ഈ തന്നിരിക്കുന്ന പാത്ത് എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം ആ യൂണിറ്റ് സർക്കിളിന് ചുറ്റി വരും. അതായത് ആ യൂണിറ്റ് സർക്കിൾ തന്നെയാണ്. ചിലപ്പോൾ 2 പ്രാവശ്യം ചുറ്റി വരുന്ന കേസൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. 0 to 4π എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പാത്ത് ഓഫ് മോഷൻ പറയാൻ പറഞ്ഞാൽ ഈ യൂണിറ്റ് സർക്കിളിനെ 2 പ്രാവശ്യം ചുറ്റും. അതുകൊണ്ടാണ് ഈ ഒരു പ്രാവശ്യം ചുറ്റി വരുന്നത് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത് ശരിക്കും ആ യൂണിറ്റ് സർക്കിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പോയിന്റ് ടി ക്യൂബ് ഫോർ ടി ഇൻ -infinity ഇൻഫിനിറ്റി, അതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടി ക്യൂബ്. അപ്പോൾ ടി ക്യൂബ് എന്നുള്ളത് എടുക്കുമ്പോൾ അതാ t ഈക്വൽ ടു 1 ആകുമ്പോൾ ടി ക്യൂബ് 1, t ഈക്വൽ ടു 1.5 ആകുമ്പോൾ ടി ക്യൂബിൻ്റെ വാല്യൂ, അങ്ങനെ ഇതാ ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പോസിറ്റീവ് വാല്യൂ എടുത്തിട്ട് ടിയും ടി ക്യൂബും മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ കുറച്ച് നെഗറ്റീവ് വാല്യൂസ് എടുത്തിട്ട് ടിയും ടി ക്യൂബും വാല്യൂസ് കൊണ്ട് മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ ടിയുടെ വാല്യൂ മൈനസ് വാല്യൂ ഇങ്ങോട്ട് വന്ന് 0 ആവുമ്പോൾ ഇവിടെ വരെ എത്തും. പിന്നെ കുറച്ച് പോസിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ എത്തും. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പാത്ത് ഓഫ് മോഷൻ വരുന്നത്. ഇങ്ങനെ വന്ന് പിന്നെ ഇങ്ങനെ പോകും. ഓക്കെ, ഇതാ എക്സ് ക്യൂബിൻ്റെ കർവ് ടി ഈക്വൽ ടു ടി ക്യൂബ് എന്ന് പറയുമ്പോൾ ഹിയർ എക്സ് ഈക്വൽ ടു ടി ആൻഡ് വൈ ഈക്വൽ ടു ടി ക്യൂബ്. അപ്പോൾ ഇക്വേഷൻ എന്താ വരുന്നത്, എക്സ് ഈക്വൽ ടു ടി ആൻഡ് വൈ ഈക്വൽ ടു ടി ക്യൂബ് അല്ലേ. അതിൽ നിന്ന് ടി എലിമിനേറ്റ് ചെയ്യാനായിട്ട് വൈ ഈക്വൽ ടു ടി ക്യൂബ് ആയതുകൊണ്ട് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സ് ഈക്വൽ ടു ടി എന്ന് കിട്ടും. അപ്പോൾ വൈ ഈക്വൽ ടു ടി ക്യൂബ് എന്നുള്ളത് വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ക്യൂബാണ് ആ കർവ്. വൈ ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള കർവാണ് നമ്മളിപ്പോൾ ഈ വരച്ചത്. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത കർവ് എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ ആ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഫൈൻഡ് ചെയ്തിട്ട് അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പേരൊന്നും ഇതിന് പറയാറില്ല. അതുകൊണ്ട് വൈ ഈക്വൽ ടു എക്സ് ക്യൂബിൻ്റെ കർവാണ് എന്നുള്ളത് പറയുക, എന്നിട്ട് ഈ ഗ്രാഫ് ഒന്ന് വരച്ചു വയ്ക്കുക. അത്രയും ചെയ്താൽ മതിയാവും. ഓക്കെ.